ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ക്രമക്കേട് കണ്ടെത്തിയ സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങളുടെ വസ്തുവകകൾ മരവിപ്പിച്ച് ഹൈക്കോടതി. നടപടി കൊല്ലം ജില്ലയിലെ ഇടമുളയ്ക്കൽ മുൻ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ. വസ്തുവകകൾ കൈമാറ്റം ചെയ്യാനോ പണയപ്പെടുത്താനോ പാടില്ലെന്നും നിർദ്ദേശം. പാലക്കാട് ലക്കിടിയിൽ ട്രെയിൻ ഇടിച്ച് 23-കാരനും കുഞ്ഞിനും ദാരുണാന്ത്യം. മരിച്ചത് കാരപ്പാടം സ്വദേശി പ്രഭുവും 2 വയസ്സുള്ള മകനും. അപകടം പാളം മുറിച്ചു കടക്കുന്നതിനിടെ. പാലക്കാട്ടെ മദ്യനിർമ്മാണശാല ഒയാസിസിനെതിരെ വീണ്ടും റവന്യൂ വകുപ്പിന്റെ വെട്ട്. ചട്ടവിരുദ്ധമായി ഭൂമി കൈവശം വെച്ചതിന് കേസെടുത്തു. അന്വേഷിക്കാൻ താലൂക്ക് ലാൻഡ് ബോർഡിന് നിർദ്ദേശം. ചട്ടപ്രകാരം കമ്പനിക്ക് കൈവശം വയ്ക്കാവുന്നത് 15 ഏക്കർ. ഒയാസിസിന്റെ കൈവശമുള്ളത് 23.92 ഏക്കർ. ഉടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനം നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ച് AP അനിൽകുമാർ. ക്ഷേത്രത്തിൽ ശുദ്ധീകലശം നടന്നോ എന്ന് അന്വേഷിക്കണമെന്ന് ആവശ്യം. പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ചെന്ന് ആരോപണം. മരിച്ചത് പേരാമ്പ്ര സ്വദേശി വിലാസിനി. ഗർഭപാത്രം നീക്കാനുള്ള ശസ്ത്രക്രിയയ്ക്കിടെ പിഴവ് പറ്റിയെന്ന് കുടുംബം. ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാനം. അനന്തപുരിയിൽ ഭക്തജന പ്രവാഹം. നാളെ രാവിലെ 9:30 ചടങ്ങുകൾക്ക് തുടക്കം. സമഗ്ര കവറേജുമായി കേരള വിഷൻ ന്യൂസ്. ചൊറ്റാനിക്കരയിൽ മകം തൊഴുത് ആയിരങ്ങൾ. പാതിവില തട്ടിപ്പ് കേസിൽ ആനന്ദ് കുമാർ റിമാൻഡ് ചെയ്തത് മൂവാറ്റുപുഴ സബ് ജയിലിലേക്ക്. ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജയിൽ സൂപ്രണ്ടിന് തീരുമാനിക്കാമെന്ന് തിരുവനന്തപുരം SCJM കോടതി. കോട്ടയത്ത് അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് നോബിക്ക് ജാമ്യമില്ല. 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട് കോടതി. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. വ്യാജ ആധാർ കാർഡ് നിർമ്മാണത്തിൽ കൂടുതൽ അന്വേഷണവുമായി കേന്ദ്ര ഏജൻസികൾ. നിർമ്മാണം കേരളത്തിൽ ആദ്യമെന്ന് IBയുടെ സ്ഥിരീകരണം. വ്യാജ ആധാർ കാർഡ് ആദ്യം കണ്ടെത്തിയത് പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. പാകിസ്ഥാനിൽ ട്രെയിൻ തട്ടിയെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ബലൂച്ച് ലിബറേഷൻ ആർമി. ഏറ്റുമുട്ടലിൽ 27 ഭീകരരെ വധിച്ചെന്ന് സൈന്യം. 200ഓളം പേരെ മോചിപ്പിച്ചെന്ന് പാക് സൈന്യത്തിന്റെ അവകാശവാദം.